നമസ്കാരം. ജ്യോതിഷത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം ഓഗസ്റ്റ് മാസത്തിലെ അത്തം നക്ഷത്രക്കാരുടെ സമഗ്ര ജ്യോതിഷ വിശകലനമാണ്. അത്തം നക്ഷത്രക്കാർക്ക് 2025 ഓഗസ്റ്റ് മാസം സമ്മിശ്ര ഫലങ്ങളുടെ അനുഭവങ്ങളുടെയും കാലഘട്ടമാണ്. മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ കാര്യമായ അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ രണ്ടാം പകുതിയിൽ ചില വെല്ലുവിളികൾ നേരിടേണ്ടി വരാം. 2025 വർഷത്തിലെ പൊതുവായ പ്രവണതകൾ ചില അടിസ്ഥാന പ്രശ്നങ്ങളെ സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും ഓഗസ്റ്റ് മാസം ചില പ്രത്യേക അവസരങ്ങളും ശ്രദ്ധിക്കേണ്ട മേഖലകളും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. കൈ അല്ലെങ്കിൽ അടച്ച മുഷ്ടി ചിഹ്നമായുള്ള അത്തം നക്ഷത്രം വൈദഗ്ധ്യം, നിപുണത, കൃത്യത എന്നിവയാണ് പ്രതിനിധീകരിക്കുന്നത്. ചന്ദ്രനാണ് നക്ഷത്രത്തിൻ്റെ അധിപൻ. സൂര്യൻ്റെ സർഗാത്മക ഊർജവുമായി ബന്ധപ്പെട്ട സവിതാരാണ് ഇതിൻ്റെ ദേവത. അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കരകൗശലത്തിലും വൈവിധ്യമാർന്ന കഴിവുകളിലും പ്രത്യേക വൈദഗ്ധ്യവും മികവ് പുലർത്താനും സാധിക്കുന്നുണ്ട്. ജോലിയേക്കാൾ ഉപരി സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവരാണ് കൂടുതൽ താല്പര്യം കാണിക്കുന്നത്. ഈ മേഖലയിൽ ഇവർക്ക് കൂടുതൽ വിജയം നേടാനും കഴിയും. തൊഴിൽ അന്വേഷിക്കുന്നവർക്കും ഉദ്യോഗസ്ഥർക്കും ബിസിനസ്സുകാർക്കും ഈ മാസം തൊഴിൽ മേഖലയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള അവസരങ്ങളും വെല്ലുവിളികളും വിശദമായി നോക്കാം. ഓഗസ്റ്റ് പകുതി വരെ ബുധൻ്റെയും ആദിത്യൻ്റെയും 11ാം ഭാവത്തിലെ സഞ്ചാരം വളരെ പ്രയോജനകരമാണ്. ഇത് നേട്ടങ്ങൾ വർദ്ധിപ്പിക്കുകയും സ്വന്തം അധികാരത്തിന് ഇളക്കമുണ്ടാക്കാതെ നിലനിർത്താൻ സഹായിക്കുകയൊക്കെ ചെയ്യും. പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാം. ആവശ്യമുള്ള സ്ഥലത്തേക്ക് സ്ഥാനമാറ്റം ലഭിക്കാനുള്ളതും ശമ്പള വർധനയുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഭൗതികമായ പ്രവർത്തനങ്ങളിലും പഠനത്തിലും ഗവേഷണത്തിലും സംതൃപ്തി ഉണ്ടാകും. കഠിനാധ്വാനം വിലമതിക്കപ്പെടുകയും ചെയ്യും. പുതിയ സംരംഭങ്ങൾ പ്രാരംഭഘട്ടത്തിലെ തടസ്സങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യും. വെല്ലുവിളികൾ നിറഞ്ഞതാണ് രണ്ടാം പകുതി, അതായത് ഓഗസ്റ്റ് പകുതിക്ക് ശേഷം. കാര്യസാധ്യത്തിനായി കൂടുതൽ ഊർജവും സമയവുമൊക്കെ ചെലവഴിക്കേണ്ടി വരും. ഉദ്യോഗസ്ഥർക്ക് തൊഴിലിടത്തിൽ സ്വസ്ഥത കുറയുകയും ജോലിഭാരം വർദ്ധിക്കുകയൊക്കെ ചെയ്യും. പുതിയ തൊഴിൽ ലഭിക്കാൻ സാധ്യതയുണ്ടെങ്കിലും അത് പൂർണ്ണ തൃപ്തികരമായിരിക്കുകയുമില്ല. ഉദ്യോഗസ്ഥർക്ക് തൊഴിലിടത്തിൽ സ്വാധീനവും അധികാരവും കുറയാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് സ്ഥാനക്കയറ്റം ലഭിക്കണമെന്നുമില്ല. ശമ്പള വർധനവ് ഉണ്ടായാൽ തന്നെ അത് നാമമാത്രമായിരിക്കും. 7ാം ഭാവത്തിലെ ശനി വിദേശത്ത് ജോലിക്കോ പഠനത്തിനോ അവസരം നൽകാനും സാധ്യതയുണ്ട്. പങ്കാളിത്ത ബിസിനസ്സുകളിൽ മടുപ്പ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഓഗസ്റ്റ് മാസത്തിലെ ആദ്യ പകുതിയിലെ അനുകൂല സാഹചര്യങ്ങളും രണ്ടാം പകുതിയിലെ വെല്ലുവിളികളും കൂടാതെ വാർഷിക പ്രവചനങ്ങളിലെ പൊതുവായ തൃപ്തിയില്ലായ്മയും ഒരു നിർണായകമായ അവസരത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ മാസത്തിൽ വരുമാനം, ചെലവ് എന്നിവ സന്തുലിതമായിരിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ പൊതുവെ സംതൃപ്തി അനുഭവപ്പെടും. ബിസിനസ്സിൽ ലാഭം വർദ്ധിക്കാൻ സാധ്യതയില്ല. നിലവിലെ സ്ഥിതി തുടരാനാണ് സാധ്യത. പുതിയ സംരംഭങ്ങളെ ഒരു പരീക്ഷണമായി മാത്രം കാണുന്നതാണ് ഉചിതം. അല്ലാതെ ഉടനടി നിങ്ങൾ വലിയ ലാഭമൊന്നും പ്രതീക്ഷിക്കരുത്. 6ാം ഭാവത്തിലെ രാഹു അപ്രതീക്ഷിത ധനലാഭത്തിനും സാമ്പത്തിക ശത്രുക്കളെ കീഴടക്കുന്നതിനും സാധ്യത നൽകുന്നുണ്ട്. അത്തം നക്ഷത്രക്കാർക്ക് പണം എങ്ങനെ ലാഭിക്കണമെന്ന് നന്നായി അറിയാം. അതിനാൽ സാധാരണയായി കാര്യമായ സാമ്പത്തിക പ്രശ്നങ്ങൾ നേരിടേണ്ടി വരാറുമില്ല. സമ്പാദ്യം സുരക്ഷിതമായ നിക്ഷേപങ്ങളാക്കി മാറ്റാനും സാധിക്കും. ഓഗസ്റ്റിൽ വരവും ചെലവും സന്തുലിതമായിരിക്കും. വാർഷിക പ്രവചനത്തിൽ ബിസിനസ്സിൽ ലാഭം വർദ്ധിക്കില്ലെന്നും അപ്രതീക്ഷിത ധനലാഭം രാഹു നൽകുമെന്നും സൂചിപ്പിക്കുന്നുണ്ട്. ഇത് സാമ്പത്തിക സംതൃപ്തിക്ക് പിന്നാലെ ഒരു പ്രധാന സൂചന നൽകുന്നുണ്ട്. അതായത് പതിവ് വരുമാന സ്രോതസ്സുകളിൽ ബിസിനസ് വളർച്ച പോലുള്ളവ. അവയിൽ നിന്നും കാര്യമായ വർധനവില്ലെങ്കിൽ പോലും നിലവിലുള്ള ഫണ്ടുകളുടെ കാര്യക്ഷമമായ വിനിയോഗം, ബുദ്ധിപരമായ സമ്പാദ്യം അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി ലഭിക്കുന്ന ധനം എന്നിവയിൽ നിന്നായിരിക്കാം സാമ്പത്തിക സംതൃപ്തി ഉണ്ടാകുന്നത്. പ്രണയബന്ധങ്ങൾ വിവാഹ ജീവിതത്തിലേക്ക് പരിണമിക്കാൻ സാധ്യതയിൽ പറയുന്നുണ്ട്. കുടുംബാന്തരീക്ഷത്തിൽ സ്വസ്ഥതയും സമാധാനമൊക്കെ ഉണ്ടാകും. 2025 വർഷം പൊതുവെ കഴിഞ്ഞകാല ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും പങ്കാളിയുമായി സ്നേഹവും ഐക്യവുമുള്ള ബന്ധം സ്ഥാപിക്കാനും സഹായിക്കും. പങ്കാളിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ നില മെച്ചപ്പെടാനും സാധ്യതയുണ്ട്. ഒറ്റയ്ക്കിരിക്കുന്നവർക്ക് തങ്ങളുടെ ആത്മസുഹൃത്തുക്കളെ കണ്ടുമുട്ടാൻ സാധ്യതയുണ്ട്. ശിഥിലമായ പ്രണയബന്ധങ്ങൾ വീണ്ടും തളിർക്കാനും സാധ്യതയിൽ കാണുന്നുണ്ട്. അനുകൂലമായ പ്രവണതകൾക്കിടയിലും ഏകപക്ഷീയമായ തീരുമാനങ്ങൾ ദാമ്പത്യത്തിൽ ഇടയ്ക്ക് കയ്പ് രസം നിറയ്ക്കാനും ഇടയുണ്ട്. പ്രണയം നിലനിർത്താൻ പ്രയാസമായി തോന്നാം. ദാമ്പത്യത്തിൽ അലോസരങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അത്തം നക്ഷത്രത്തിലെ സ്ത്രീ ജാതകർക്ക് ധനികനും സ്നേഹവാനുമായ ഭർത്താവിനോടുകൂടി സന്തോഷകരമായ ദാമ്പത്യ ജീവിതം നയിക്കാൻ കഴിയും. ഇവർ മുതിർന്നവരെ ബഹുമാനിക്കുമെങ്കിലും അടിമയെപ്പോലെ ജീവിക്കാൻ ഇഷ്ടപ്പെടില്ല. സ്വന്തം അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ മടിക്കുകയുമില്ല. ഈ പ്രവണത നിയന്ത്രിക്കുന്നത് കുടുംബത്തിൽ കൂടുതൽ ഐക്യം നിലനിർത്താൻ സഹായിക്കും. ആരോഗ്യം പൊതുവെ നല്ല നിലയിലായിരിക്കും. ശ്രദ്ധ ആവശ്യമുള്ള മേഖലകൾ, ഗ്രഹസ്വാധീനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പ്രത്യേക ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയെക്കുറിച്ച് കൃത്യമായി അറിയണം. 2025 വർഷം പൊതുവെ ആരോഗ്യപരമായി തരക്കേടില്ലാത്ത സമയമാണ്. പങ്കാളിയുടെ ആരോഗ്യവും മെച്ചപ്പെടാൻ സാധ്യതയുണ്ട്. ചൊവ്വയുടെ ജന്മരാശിയിലെ സഞ്ചാരം ക്ഷോഭത്തിന് കാരണമാകാം. തർക്കങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത് ഉചിതമാണ്. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധയും മുൻകരുതലുകളും ആവശ്യവുമാണ്. ജന്മകേതുവും അഷ്ടമശനിയും, അതായത്
ചന്ദ്രരാശിയിൽ നിന്ന് 8ാം ഭാവത്തിലെ ശനി ആരോഗ്യത്തെ ബാധിക്കാൻ സാധ്യതയുള്ളതിനാൽ കരുതലുണ്ടാകണം. അത്തരം നക്ഷത്രക്കാർക്ക് സാധാരണയായി കടുത്ത ചുമയും ജലദോഷവും മൂക്കിൽ നിന്ന് വെള്ളം വരുന്നത് പോലും ആസ്മ അതുപോലുള്ളവയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതാണ്. ഓഗസ്റ്റ് മാസത്തിൽ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സ്വാധീനങ്ങൾ കാരണം ഈ പ്രവണതകളൊക്കെ വർദ്ധിക്കാനും സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്കും ഉന്നത വിദ്യാഭ്യാസം നേടുന്നവർക്കും ഗവേഷണം ചെയ്യുന്നവർക്കും ഉണ്ടാകുന്ന സ്വാധീനമാണ്. നിങ്ങൾക്ക് ഭൗതികപരമായ പ്രവർത്തനങ്ങളിലും പഠനത്തിലും ഗവേഷണത്തിലും സംതൃപ്തിയൊക്കെ ഉണ്ടാകും. സാങ്കേതിക വിദ്യാഭ്യാസം ക്ലേശകരമായി തോന്നാനും ഇടയുണ്ട്. ഗവേഷണ പ്രബന്ധരചനകൾ വെല്ലുവിളികൾ നിറഞ്ഞതായി അനുഭവപ്പെടുകയും ചെയ്യും. 7ാം ഭാവത്തിലെ ശനി വിദേശത്ത് പഠനത്തിലുള്ള അവസരങ്ങൾ നൽകാനും സാധ്യതയിൽ പറയുന്നു. ഇത് പഠനത്തിൻ്റെ എല്ലാ മേഖലകൾക്കും ഒരുപോലെ ബാധകമല്ലെന്നാണ് സൂചിപ്പിക്കുന്നത്. പൊതുവേ പഠനവും ഭൗതികമായ ഇടപെടലും തൃപ്തികരമായിരിക്കുമെങ്കിലും സാങ്കേതിക പഠനം, ഉയർന്ന തലത്തിലുള്ള ഗവേഷണം തുടങ്ങിയ പ്രത്യേക അക്കാദമിക് മേഖലകളിൽ കാര്യമായ തടസ്സങ്ങൾ നേടാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. ഇത് അത്തനക്ഷത്രത്തിലെ വിദ്യാർത്ഥികൾ തങ്ങളുടെ സ്വാഭാവിക സൂക്ഷ്മ ബുദ്ധി പൊതുവായ പഠനങ്ങൾക്ക് ഉപയോഗപ്പെടുത്തണമെന്നും എന്നാൽ പ്രത്യേക സാങ്കേതികവിദ്യ അല്ലെങ്കിൽ ഗവേഷണ വിഷയങ്ങളിൽ കൂടുതൽ പരിശ്രമം നടത്താനും പിന്തുണ തേടാനും തയ്യാറാകണമെന്നാണ് നിർദ്ദേശിക്കുന്നത്. ഗണപതിയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. കർഗമാല സമർപ്പിക്കുന്നത് വിശേഷ ഫലങ്ങളൊക്കെ നൽകും. നിത്യവും ഗണപതിയെ ഭജിക്കുന്നത് ഗുണകരമാണ്. ദോഷശാന്തി കർമ്മങ്ങളിൽ ശിവഭജനം മുഖ്യമായി കണക്കാക്കപ്പെടുന്നുണ്ട്. നിത്യവും സൂര്യഭഗവാനെ ഭജിക്കുന്നതും ദോഷപരിഹാര മാർഗമാണ്. ശനി, രാഹു, കേതു എന്നീ ദശാകാലങ്ങളിൽ ദോഷപരിഹാരങ്ങൾ നടത്തുന്നത് അത്യുത്തമമാണ്. പ്രധാന ഗ്രഹസ്വാധീനങ്ങൾ. ഓഗസ്റ്റ് 10 ബുധൻ്റെ മൗഢ്യം അവസാനിക്കുമെന്ന് കാണുന്നു. ഒരു നിർണായക വഴിത്തിരിവാണിത്. ബുധൻ ബുദ്ധി, ആശയവിനിമയം, വ്യാപാരം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മൗഢ്യം അവസാനിക്കുന്നതോടെ ബുധൻ്റെ അനുകൂല ഫലങ്ങൾ വർദ്ധിക്കുകയും ഇത് ഭൗതികമായ പ്രവർത്തനങ്ങൾ സംതൃപ്തി വർദ്ധിപ്പിക്കുകയും നേട്ടങ്ങൾ കൂടുന്നതിനും കാരണമാകും. ഈ തീയതിക്ക് ശേഷം ഈ മേഖലകളിൽ വ്യക്തതയും കാര്യക്ഷമതയും മെച്ചപ്പെടുന്നതായും സൂചിപ്പിക്കുന്നുണ്ട്. ചൊവ്വ ജന്മരാശിയിൽ സഞ്ചരിക്കുന്നത് ക്ഷോഭത്തിന് കാരണമാകും. ശുക്രൻ മിഥുനൻ രാശിയിലാണ്, തുടർന്ന് കർക്കടകൻ രാശിയിലും സംക്രമിക്കുന്നുണ്ട്. പ്രണയബന്ധങ്ങളിൽ അനുകൂലമായ സ്വാധീനവും ചെലുത്തുന്നുണ്ട്. വ്യാഴം മിഥുനൻ രാശിയിൽ തിരുവാതിര നക്ഷത്രത്തിലാണ്. ഓഗസ്റ്റ് 13 ശേഷം പുണർത്തിൽ പ്രവേശിക്കും. ഇത് തൊഴിൽ, സാമ്പത്തിക മേഖലകളിലെ സമ്മിശ്ര ഫലങ്ങളാണ് നൽകുന്നത്. ശനി മീനൻ രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിലായിരിക്കും മാസം മുഴുവൻ. 7ലെ ശനി ദാമ്പത്യത്തിൽ അലോസരങ്ങളൊക്കെ ഉണ്ടാക്കാം, ശ്രദ്ധിക്കണം. രാഹു കുംഭം പൂരിട്ടാതി നക്ഷത്രത്തിലായിരിക്കും മാസം മുഴുവൻ. അപ്രതീക്ഷിത ധനാഗമത്തിന് സാധ്യത കാണുന്നുണ്ട്. കേതു ചിങ്ങൻ രാശിയിൽ പൂര നക്ഷത്രത്തിലാവും മാസം മുഴുവൻ. ആരോഗ്യത്തെ ബാധിക്കാൻ കരുതലൊക്കെ ഉണ്ടാകുക. ചൊവ്വയുടെ സ്വാധീനം മൂലം ഉണ്ടാകുന്ന ക്ഷോഭവും തെറ്റുകൾ സഹിക്കാൻ കഴിയാത്ത അത്തരം നക്ഷത്രക്കാരുടെ സ്വഭാവവും തുറന്നു പറയുന്ന പ്രകൃതവും ബോധപൂർവമായ പെരുമാറ്റങ്ങൾ ആവശ്യമാണെന്ന് വ്യക്തമാക്കുന്നു. ഇത് ഗ്രഹപരമായ സ്വാധീനങ്ങളെ സഹജമായ വ്യക്തിത്വ സവിശേഷതകളുമായി ബന്ധിപ്പിക്കുകയും ഈ സ്വഭാവങ്ങളെ നിയന്ത്രിക്കുന്നത് ആരോഗ്യം, ബന്ധങ്ങൾ തുടങ്ങിയ ഒന്നിലധികം മേഖലകളെ പ്രതികൂല ഫലങ്ങൾ ലഘൂകരിക്കാൻ സഹായിക്കുമെന്നും കാണിക്കുന്നുണ്ട്. അലസത ഒഴിവാക്കാനും മടി മാറ്റിവെക്കാനുമുള്ള നിർദ്ദേശങ്ങൾ, അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നത് ആവശ്യമായ പെരുമാറ്റപരമായ മാറ്റങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. 2025 ഓഗസ്റ്റ് മാസം അത്തം നക്ഷത്രക്കാർക്ക് കാര്യമായ ജ്യോതിഷപരമായ ചലനാത്മകമായ ഒരു മാസമാണ്. ഇത് നേട്ടങ്ങളുടെ കാലഘട്ടമാണെന്ന് ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ട ഘട്ടങ്ങളും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. മാസത്തിൻ്റെ ആദ്യ പകുതി തൊഴിൽപരമായ മുന്നേറ്റങ്ങൾക്കും പുതിയ അവസരങ്ങൾക്കും ഭൗതികപരമായ സംതൃപ്തിക്കും ഒരു ശക്തമായ ജാലകം തുറന്നു നൽകുന്നുണ്ട്. ഇത് നിങ്ങളെ നിശ്ചയദാർഢ്യത്തോടെ പ്രവർത്തിക്കാനും അലസത ഒഴിവാക്കാനും പ്രേരിപ്പിക്കുന്നുണ്ട്. സാമ്പത്തിക സ്ഥിതി സന്തുലിതമാക്കാനാണ് സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും വിഭവങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലും വൈദഗ്ധ്യമാർന്ന വരുമാന മാർഗങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്നതിലും ഒരു സജീവമായ സമീപനം പ്രയോജനകരമായിരിക്കും. ബന്ധങ്ങൾ ആഴത്തിലുള്ള ഐക്യത്തിനും വിവാഹത്തിനും സാധ്യത നൽകുന്നുണ്ടെങ്കിലും വെല്ലുവിളികളെ അതിജീവിക്കാൻ ബോധപൂർവമായ പരിശ്രമവും സഹാനുഭൂതിയും തുറന്ന ആശയവിനിമയവും ആവശ്യമാണ്. ആരോഗ്യത്തിന് ശ്രദ്ധ ആവശ്യമാണ്, പ്രത്യേകിച്ച് ക്ഷോഭം നിയന്ത്രിക്കുന്നതിലും ശ്വാസമെടുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് മുൻഗണന നൽകുന്നതിലും. വിദ്യാഭ്യാസത്തിൽ പൊതുവെ പഠനങ്ങളിൽ സംതൃപ്തി ഉണ്ടാകും. എന്നാൽ സാങ്കേതിക ഗവേഷണ മേഖലകളിൽ കൂടുതൽ അർപ്പണബോധം ആവശ്യമായി വരും. ഗണപതി ഭഗവാൻ, സൂര്യഭഗവാൻ, ശിവൻ എന്നിവരെ ഭജിക്കുന്നത് ആത്മീയ അനുഷ്ഠാനങ്ങൾ ശക്തമായ പരിഹാര മാർഗങ്ങളായി വർദ്ധിക്കുകയും ആന്തരിക ശക്തി നൽകുകയും ചെയ്യും.